നമസ്കാരം. ഓം നമ ശിവായ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ എന്നാണ് പറയാറ്. അതിനാൽ വീടിനുള്ളിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കാനും ലക്ഷ്മി കടാക്ഷം ലഭിക്കാനും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് വീട് വൃത്തിയാക്കാനായി ഉപയോഗിക്കുന്ന ചൂല്. വീട് വൃത്തിയാക്കുന്ന ചൂല് വീടിന്റെ ഏതെങ്കിലും ഭാവത്ത് സൂക്ഷിക്കുന്നതാണ് പലരുടെയും രീതി. വീടൊക്കെ അടിച്ചു വാരി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചൂല് കൊണ്ട് നമ്മൾ അങ്ങ് ഇടും. ചിലർ എളുപ്പത്തിനായി ഇത് അടുക്കളയിലായിരിക്കും സൂക്ഷിക്കുന്നുണ്ടാവും. മറ്റു ചിലർ സ്റ്റോർ റൂമിലും സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ചൂല് ഇത്തരത്തിൽ അലക്ഷ്യമായി സൂക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെ അലക്ഷ്യമായി സൂക്ഷിച്ചാൽ അത് നമുക്ക് ഏറെ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും കണ്ണെത്തുന്ന ഭാഗത്തും ചൂല് ഒരിക്കലും സൂക്ഷിക്കരുത്. വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ചൂല് സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടം. ചൂല് ഒരിക്കലും ഭിത്തിയിൽ ആണിയടിച്ച് തൂക്കിയിടുകയോ ചാരി വയ്ക്കുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ആരുടെയും ദൃഷ്ടി പതിയാത്ത രീതിയിൽ ചൂല് ചാരി വയ്ക്കാതെ വടക്ക് പടിഞ്ഞാറായി നിലത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടിലിനടിയിലും ചൂല് സൂക്ഷിക്കാൻ പാടില്ല. ഇതും ധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി തരും. വീടിന്റെ ടെറസിലും മറ്റും ചൂൽ സൂക്ഷിച്ചാൽ മോഷണ ശ്രമത്തിലൂടെയും മറ്റ് സാമ്പത്തിക നഷ്ടം നമുക്ക് സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ചൂൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ചൂല് വാങ്ങുന്ന കാര്യവും. ചൊവ്വ, ശനി എന്നീ ദിവസങ്ങളിൽ ചൂല് വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളാണ്. അമാവാസി ദിവസവും ചൂല് വാങ്ങാൻ അനുയോജ്യമാണ്. ഉപയോഗശൂന്യമായ ചൂലുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. പഴയ ചൂലുകൾ കളയുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ചൂൽ കളയാൻ പാടില്ല. വ്യാഴം വിഷ്ണു പ്രീതികരവും വെള്ളി ലക്ഷ്മി പ്രീതികരവുമായ ദിവസമായതിനാലാണ് ഈ ദിവസങ്ങളിൽ ചൂല് കളയാൻ പാടില്ല എന്ന് പറയുന്നത്. അബദ്ധത്തിൽ പോലും ചൂലിനെ ചവിട്ടാനോ അതിനെ മറികടക്കാനോ പാടില്ല എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ചൂല് പ്രത്യേകിച്ച് നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ്. അലക്ഷ്യമായി ഇങ്ങനെ ചൂലിടുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു, ദാരിദ്ര്യം നമ്മുടെ വീടിന്റെ പടി കടന്ന് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്.